ഞെട്ടിക്കുന്ന വാർത്തകളിലേക്ക് ന്യൂസ് ബസ് ആദ്യം ഒന്ന് പോകുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഫിഫ ഫുട്ബോൾ ഫൈനൽ സർക്കാർ തിയേറ്ററുകളിലും തിരുവനന്തപുരത്തും കോഴിക്കോടും പ്രദർശിപ്പിക്കാൻ തീരുമാനം. മന്ത്രി PC വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. തിരുവനന്തപുരം, കോഴിക്കോട്, കൈരളി തിയേറ്ററുകളിലാണ് പ്രദർശനം. റോഷിബാൽ ചേരുന്നു. റോഷിബാൽ, കളി കാണാൻ കാത്തിരിക്കുകയാണ് കേരളം. മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. അപ്പോൾ സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിൽ തന്നെ, മേൽനോട്ടത്തിൽ തന്നെ കളി കാണാനുള്ള അവസരമാണല്ലോ അല്ലെ? എൻട്രി ഫ്രീ ആണോ? ഏതൊക്കെ തിയേറ്ററുകളിലാണ് പ്രദർശനം? റോഷി, കായിക പ്രേമികളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇപ്പോൾ സിനിമാ മന്ത്രി PC വിശ്വനാഥ് ഇടപെട്ട KSFDC സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തിയേറ്ററുകളാണ്. അതിൽ തിരുവനന്തപുരത്ത് കൈരളി തിയേറ്ററിൽ 2 സ്ക്രീനിലാണ് ഫുട്ബോൾ ഫൈനൽ പ്രദർശിപ്പിക്കുക. സമാനമായി തന്നെ കോഴിക്കോട്ട് കൈരളി കോംപ്ലക്സിലെ 2 സ്ക്രീനിലും പ്രദർശിപ്പിക്കും. തിരുവനന്തപുരത്ത് ആൾക്കൂട്ടം കൂടുതലായി എത്തുകയാണെങ്കിൽ 1 സ്ക്രീനിൽ കൂടി പ്രദർശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. കാരണം കായിക പ്രേമികൾ തിരുവനന്തപുരത്തടക്കം വിവിധ സ്ഥലങ്ങളിൽ സ്വകാര്യ തിയേറ്ററുകളിലെ സിനിമ അവിടെയൊക്കെ ഹൗസ്ഫുള്ളായ സാഹചര്യത്തിൽ കൂടുതൽ തിയേറ്ററുകൾ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് അവിടെ പ്രദർശനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അങ്ങനെയാണ് കായിക പ്രേമി കൂടിയായ, ഫുട്ബോൾ പ്രേമി കൂടിയായ PC വിശ്വനാഥ് ഇടപെട്ടുകൊണ്ട് KSFDCയോട് പ്രദർശിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. സാധാരണ സിനിമയുടെ ടിക്കറ്റ് നിരക്കിൽ തന്നെയായിരിക്കും പ്രദർശനം ഉണ്ടാവുക. ആദ്യ ഘട്ടത്തിൽ സൗജന്യമായി പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന ഒരു വിലയിരുത്തൽ കൊണ്ടാണ്. കാരണം വലിയ നാശനഷ്ടം. നമ്മളോട് തത്സമയം സംസാരിക്കാനായി മിനിസ്റ്റർ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ്. വലിയൊരു അവസരം ജനങ്ങൾക്കായി, അങ്ങനെ ഫ്രീ ആയി കളി കാണാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. വളരെയധികം നന്ദി. താങ്ക് യു. നമ്മുടെ തിയേറ്ററുകളിൽ ഇത് പ്രദർശിപ്പിക്കണമെന്ന ആവശ്യം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നാണ് ആദ്യം ഉയർന്നത്. നമ്മൾ വളരെ വേഗത്തിൽ തന്നെ അതിനുവേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്തെ കൈരളി ശ്രീയിലും അതുപോലെ കോഴിക്കോട്ടെ നമ്മുടെ KSFDCയുടെ കീഴിലുള്ള തിയേറ്ററുകളിലും കളി കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഫുട്ബോൾ പ്രേമികളുടെ നിരന്തരമായ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. ഒരു ചെറിയ നിരക്കുണ്ട്. കാരണം നിരക്ക് പൂർണ്ണമായും ഒഴിവാക്കിയാൽ തിയേറ്ററിൽ നാശനഷ്ടം ഉണ്ടാകും. അപ്പം തിയേറ്റർ സംരക്ഷിക്കുന്ന നാളെ സിനിമ കാണിക്കേണ്ടതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഫുട്ബോൾ പ്രേമികളുടെ ആവശ്യത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് സന്തോഷമുണ്ട്. മിനിസ്റ്റർ, ഇപ്പോ സൗജന്യമായി പ്രദർശനം, നാളെ സ്കൂളുകൾക്ക് അവധി. അപ്പോ ഈ ഒരു കളിയെ സർക്കാർ കാര്യമായി തന്നെ കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. മലയാളിക്കൊരു വലിയ വികാരമാണ്. അപ്പൊ ജനങ്ങളുടെ ഒരു പൊതുവികാരത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണം. നമ്മുടെ എല്ലാ സങ്കടങ്ങളുടെയും പ്രയാസങ്ങളെയും എല്ലാം മറക്കാൻ ലഭിക്കുന്ന ചില അപൂർവ അവസരങ്ങൾ കൂടിയാണ് ഇത്. അപ്പൊ അത് ഏത് സാധാരണക്കാരനും ഒരു പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ഫുട്ബോള് ആരാധകരാണ് കേരളത്തിൽ. അപ്പൊ അവരോടൊപ്പം നമ്മൾ നിൽക്കുക, അത്രേ ഉള്ളൂ. മിനിസ്റ്റർ എവിടെ നിന്നാണ് കളി കാണുന്നത്? ഓഫീസില് നമ്മുടെ നാട്ടിലെ കുട്ടികളോടൊപ്പം കുണ്ട്രയിലാണ് കാണുന്നത്. കുണ്ട്രയിലാണ്. ഓക്കെ മിനിസ്റ്റർ, ഏത് ടീമാണെന്ന് ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? എല്ലാ കാലത്തും ഞാൻ പല കാര്യങ്ങളിലും നിഷ്പക്ഷത പുലർത്താറുണ്ട്. ഈ കാര്യത്തില് തികഞ്ഞ പക്ഷപാതിയാണ്. അർജന്റീനക്കാരനാണ്. കൊള്ളാം. അപ്പോ അർജന്റീനയ്ക്ക് കേരളത്തിൽ അത്രയും വലിയൊരു ആവേശമുണ്ടെന്ന് നമുക്കറിയാം. അത്രത്തോളം ആരാധകരുണ്ടെന്ന് നമുക്കറിയാം.